സാമൂതിരിയുടെ കാലം മുതൽ പ്രസിദ്ധമായ കരിമ്പുഴ കൈത്തറി വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും നെയ്ത്തുകാർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു കാലത്ത് ഓരോ വീട്ടിലും ഉണ്ടായിരുന്ന തറികളുടെ എണ്ണം ഇപ്പോൾ 30 ചുരുങ്ങി. എങ്കിലും നെയ്ത്തുകാരുടെ പ്രതീക്ഷ ഓണവിപണിയിലാണ്. ഹംപിയിൽ നിന്ന് സാമൂതിരി രാജാവ് കൊണ്ടുവന്ന നെയ്ത്തുകാരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് കരിമ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന ദേവാംഗർ സമുദായത്തിൽപ്പെട്ട 100ഓളം കുടുംബങ്ങൾ. ഒരു കാലത്ത് എല്ലാ വീടുകളിലും തറികളുണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ അത് 30 ചുരുങ്ങി. വരുമാനം കുറവായതിനാൽ പുതിയ തലമുറ മറ്റു ജോലികൾ തേടി പോകുന്നു. ഇന്ന് ഒരു ദിവസം മുഴുവൻ നെയ്താൽ 350-400 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. യന്ത്രത്തറിയുടെ കടന്നുവരവ് കൈത്തറി മേഖലയെ പുറകോട്ടടിക്കും. കരിമ്പുഴയിലും തറികളുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. കുഴിത്തറികൾക്ക് പകരം ഫ്രെയിമുള്ള തറികളാണ് ഇപ്പോൾ കൂടുതലായുള്ളത്. ഒരു ഓണം വന്നതുകൊണ്ട് എത്രത്തോളം അത് ഒരു പ്രയോജനം വന്നുണ്ട്? ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മൂവിങ് ഉണ്ടാവും. അതിന് ഓണത്തിനും സാധനമൊക്കെ പോകും. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റോക്കാക്കി വെക്കില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് മെല്ലെ പണി നടത്താൻ പറയും. നമുക്ക് വേറെ പണി അറിയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാർ കൈവിട്ട് പോയിട്ടുണ്ട്. ആ പണിക്ക് പോയവരൊക്കെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയില്ല പണി, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിൽ പോയിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് അതിനിപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതായതാണ്. കരിമ്പുഴ തെരുവിലെ നെയ്ത്തുകാരനായ രജനീകാന്ത് പറയുന്നതനുസരിച്ച് 4 മീറ്റർ നീളമുള്ള ഒരു ഡബിൾ മുണ്ട് നെയ്താൽ 600 രൂപയാണ് കൂലി. ഒരു സാരി നെയ്യാൻ 1.5 ദിവസത്തോളം എടുക്കും. ഇതിന് 700 രൂപയാണ് പ്രതിഫലം. ഡബിൾ ആണെങ്കിൽ ഒരു ദിവസം 4 മീറ്റർ. ഈ മുണ്ടൊക്കെയാണെങ്കിൽ വിഷുമുണ്ടാണെങ്കിൽ ഒരു മുണ്ടൊക്കെ ആവുള്ളൂ. സാധാ മുണ്ടാണെങ്കിൽ 2 മുണ്ട് നെയ്യും. ഇത് വിഷു ഡബിളാണ്, ദിവസം ഒന്നും ആവുള്ളൂ, ഒരെണ്ണം ആവുള്ളൂ. 600 രൂപ കൂലി കിട്ടും. മെറ്റീരിയലും മറ്റ് അവർ കൊടുന്നു തരും, പാവും കസവും എല്ലാം. ബാക്കി പണിയൊക്കെ നമ്മൾ ചെയ്തോളണം. ഡബിൾ നെയ്ത് കൊടുത്ത് ഒരു ഡബിളിന് 600 ഇങ്ങനെ കൂലി തരും. 9 ഡബിൾ ഉണ്ട്, 10 ദിവസം ആവും. അപ്പോൾ 600 കൂലി വരുന്ന മാതിരി 10 ദിവസം ആവും. പ്രിന്റ് സെറ്റുമുണ്ട്, പ്രിന്റ് സാരി, ടിഷ്യൂ സെറ്റുമുണ്ട്, സെറ്റ് സാരി എന്നിവയെല്ലാം ഇവിടെ നെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ഡബിൾ മുണ്ടിനും സെറ്റ് മുണ്ടിനുമാണ് കൂടുതൽ ആവശ്യക്കാർ. നെയ്ത്തിനുള്ള പാവ് സേലം, പൊള്ളാച്ചി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. കൂടുതൽ നെയ്ത്തുകാരും ഇപ്പോൾ വസ്ത്രങ്ങൾ നെയ്തു നൽകുന്നത് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ്. കൈത്തറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് വസ്ത്രങ്ങൾ നൽകിയിരുന്നെങ്കിലും ലാഭം കിട്ടാൻ വൈകുന്നതുകൊണ്ടാണ് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് മാറിയതെന്ന് നെയ്ത്തുകാർ പറയുന്നു. ഓണം അടുത്തതോടെ വേഗത്തിൽ നെയ്തു നൽകാൻ ആവശ്യക്കാർ എത്തുന്നുണ്ട്. നെയ്ത്തുകാരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും കരിമ്പുഴയിൽ വസ്ത്രവിൽപ്പനശാലകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രം മുതൽ തെരുവിന്റെ അവസാനം വരെ 25ഓളം വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പുറത്തുനിന്നുള്ള വസ്ത്രങ്ങളും വിൽക്കുന്നുണ്ട്. വർഷങ്ങളായി കരിമ്പുഴയിൽ ഉണ്ടായിരുന്ന നെയ്ത്തുകാരുടെ സഹകരണ സംഘം പ്രവർത്തനരഹിതമാണ്. CCN കടമ്പഴിപ്പുറം.